والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. الحمد لله رب العالمين له الحمد الحسن والثناء الجميل وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين أما بعد. السلام عليكم ورحمة الله وبركاته. നമുക്ക് ഇൻഷാല്ലാ ഇന്ന് നോക്കാനുള്ളത് ഇഖ്ലാബും അതേപോലെ തന്നെ ഇഖ്ഫ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നോക്കിയത്? ഇദ്ഹാർ കംപ്ലീറ്റ് ആക്കി അൽഹംദുലില്ലാ, ഇദ്ഗാമും കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. തയ്യിബ്, ഇനി നമുക്ക് ഇഖ്ഫ നോക്കാം, ഇഖ്ലാബ് നോക്കാം. അതിൻ്റെ 8th പേജ് നമ്പർ. ഓക്കെ, ഹർഫുൽ ഇഖ്ലാബ് എത്രയാണ്? 5ആണോ 4ആണോ മുഖ്താർ? 8ആണ്. ഓക്കെ, അപ്പം നൂൻ സാക്കിന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ബാ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ നമ്മളൊരു മസാല പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഫുർജ വേണോ അതോ മുഖ്താർ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ ഗ്യാപ്പ് കൊടുക്കണോ ഗ്യാപ്പ് കൊടുക്കണ്ടേന്ന് നമ്മളെന്താ അതിൽ പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ? ലൈറ്റായിട്ട് അല്ല, ഇപ്പുറം വ്യത്യാസമുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നൂൻ സാക്കിന് അൻബിഊനി അൻബിഊനി മിൻ ബഅദിഹിം മിൻ ബഅദിഹിം വല്ലാഹു അലീമുൻ ബിദാതി അസ്സുദൂർ ലനസ്ഫഅൻ ബിന്നാസിയഹ്. എൻ്റെ ഇഖ്ലാബിൻ്റെ എക്സാമ്പിൾസ് കഴിഞ്ഞു അൽഹംദുലില്ലാ. മനസ്സിലാവുന്നില്ല? മീമിൻ്റെ ശബ്ദമല്ലേ വരുന്നത്? ഇതേപോലത്തെ ഒരു നിയമം നമ്മൾ മീം സാക്കിൽ പഠിച്ചല്ലോ. അതിൻ്റെ വരുതായിരുന്നു ഇത്. എല്ലാത്തിനും ഷഫവി ഉണ്ട്. ആദ്യത്തെ എവിടെ ഇട്ടുണ്ട്? ഇത് കാണും. ഓക്കെ, നെക്സ്റ്റ്. ബറക്കല്ലാഹു ഫീക്കും. ഇത് നമുക്ക് ഇഖ്ഫ നോക്കാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. طيب, ഫസ്റ്റ് സാദ്. ഓക്കെ, പേജ് നമ്പർ 10th. ഓക്കെ, നോക്കിയില്ല നൗഫൽ? എടുത്തില്ല? വലാഹും യുൻസറൂൻ. ഇവിടെ ശ്രദ്ധിച്ചു നിങ്ങൾ, നമ്മൾ ഇദ്ഖാൽ ചെയ്യുന്നില്ല, നമ്മൾ അടുത്താണുണ്ട്. സാദിൻ്റെ അടുത്തേക്ക് എത്തി, സാദ് പറയുന്നില്ല. സാദ് ഹെവി ആയതുകൊണ്ട് ആ നൂനും ഹെവിയായി. യുൻസറൂൻ യുൻസറൂൻ. أن صدوكم ريحا صرصرا. സ്വാദ് കഴിഞ്ഞു. നമ്മൾ തൻവീൻ്റെ പറഞ്ഞു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. ഇനി ദാലിൻ്റെ ലിയുൻസിർ. ഇത് ലൈറ്റായിരിക്കും ഇതിൻ്റെ ഇഖ്ഫ, കാരണം ദാല് ലൈറ്റ് ആയതുകൊണ്ട്. ലിയുൻസിർ മിൻ ദക്കർ سراعا ذلك سراعا ذلك منثورا منثورا أن ثبتناك أن ثبتناك أزواجا ثلاثة أزواجا ثلاثة أنكالا أنكالا من كل ورزق كريم ورزق كريم فأنجيناه. ഈ ജീമ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജ അങ്ങനെ ജ എന്നായി പോരുത്. ജ അജ് അജ് ജി അങ്ങനല്ല. തയ്യബ്, മൻ ജാഅ
قوما جبارين قوما جبارين منشورا منشورا فمن شاء فمن شاء والله على كل شيء شهيد والله على كل شيء شهيد ينقذون ينقذون وإن قيل إن الله عليم قدير. ഇനി സീൻ കേട്ടോ, നമ്മൾ രണ്ട് മൂന്ന് കഴിഞ്ഞു കേട്ടോ. ما ننسخ من سيئاتكم ورجلا سلاما وعنده ومن دخله مستقيم دينا انطلقوا فإن طلقها صعيدا طيبا أنزل من زوال وطرا زوجناكها ينقذون إن في صدورهم على سفر فعدة منتهون إن تتوبا زرعا تأكل منضود من ضر وآتينا وكلا ضربنا. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൊതുവെ ഈ പിന്നെ ഇഖ്ഫാനി നിയമമില്ല. ബാക്ക് പൊതുവെ ആൾക്കാർ ഓതുന്ന സമയത്ത് മഫ്തൂഹായിട്ട് ഓതും. ദൊറബന വകുല്ലൻ ദൊറബന സുക്കൂനായിട്ടാണ് ഓതേണ്ടത്. തയ്യം ഇൻ ظن അഫ്വൻ നമ്മളൊന്ന് മിസ്സാക്കിയോ. ഫൻദുർ പിന്നെ ഇപ്പം പറഞ്ഞ ഇതും ظلا ظليلا കഴിഞ്ഞില്ല. ഏതാ തോന്നിയ അതായത് ചില നൂന് വെളിവായെന്ന് പോലെ തോന്നിയെന്നോ? ഹാറൂണിന് തോന്നിയോ? മുഖ്താറിന് من جاء ഉണ്ടോ? ഓക്കെ അല്ല? മൻ ജാഅ മൻ അങ്ങനെ ഓതാൻ കഴിയില്ല ആക്ച്വലി. അങ്ങനെ ജാക്ഷേഷം
മൻ ജാഅ, മൻ ജാഅ. ഇത് മൻ ജാഅ. ഇത് വഖഫ് ചെയ്യേണ്ടത് ഇങ്ങനെ ജ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ജ എന്ന് പറയൂല, അത് കൂടെ ഓതുന്ന സമയത്താണ് ചെയ്യുക. ഓക്കെ, കാരണം ഹംസ അവസാനം വരുമ്പോൾ ജ അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ആ വഖഫ് ശരിയാണെങ്കിൽ എൻ്റെ ആയത്തിനും അർത്ഥം ശരിയാണെങ്കിൽ. പക്ഷെ ഇവിടെ ആക്ച്വലി വഖഫല്ല. മൻ ജ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓതണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള നിയമം അനുസരിച്ചിട്ട്. തയ്യും ഇവിടെ അതിൽ നൂന് വിളവ് തോന്നിയോ? സിറാഅൻ ദാലിക, സിറാഅൻ ദാലിക. രണ്ട് വ്യത്യാസം മനസ്സിലായോ? ഞാൻ രണ്ടാമത്തെ നൂന് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ. അത് ദാലിൻ്റെ അടുത്തേക്ക് വരിക. ദാൽ ഇങ്ങനെ സിറാഅൻ ദാലിക, സിറാഅൻ ദാലിക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ഇഖ്ലാബും പഠിച്ചു, ഇഖ്ഫയും പഠിച്ചു. തയ്യും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മീം സാക്കിൻ്റെ നിയമങ്ങൾ നോക്കാം. അതിൻ്റെ നിയമങ്ങളല്ല, അതിൻ്റെ തത്ബീഖത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.